ഏതൊക്കെ വഴികളിലൂടെ നമ്മൾ അതിന്റെ ഏതാനും ചില ബാബുകളെ സംബന്ധിച്ച് പറഞ്ഞു. ഇനി കുറച്ച് വിഷയങ്ങൾ അതിനെ സംബന്ധിച്ച് പറയാനുണ്ട്. സ്വർഗത്തിലേക്ക് കടക്കാനുള്ള വിഷയങ്ങൾ. നമുക്ക് പെന്നും കടലാസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇല്ലെങ്കിൽ നമ്മൾ റെക്കോർഡിങ് ചെയ്യുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അങ്ങനെ കേട്ട് നമുക്ക് കൂടുതൽ അതിന്റെ വിഷയങ്ങൾ ഓർത്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഏതായിരുന്നാലും 1-2 ക്ലാസ്സുകൾ നമുക്ക് അങ്ങനെ ആവശ്യമായിട്ട് വരും. ഒന്ന്, കലിമത്തു തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായിട്ട് മറ്റാരും ഇല്ല. അല്ലാഹു ഈ ലോകം പടച്ചവനാണ്, ഇതിനൊരു പടച്ചവനുണ്ട്, ഇത് വെറുതെ പൊട്ടിമുളച്ചുണ്ടായ ലോകമല്ല. എന്റെ റബ്ബ് അല്ലാഹുവാണ്, ഇത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നതാണ് എന്ന് വിശ്വസിക്കുന്ന തൗഹീദുള്ള ഒരാൾ സ്വർഗത്തിലേക്കാണ്. ഇത് ഏറ്റവും മിനിമമാണ്, ഏറ്റവും മിനിമം. മുആദ് റളിയല്ലാഹു അൻഹുവിനോട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ലഖിയല്ലാഹ, അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന സമയം എന്ന് പറഞ്ഞാൽ മരിക്കുന്ന സമയത്ത്, ലാ യുശ്രികു ബില്ലാഹി ശൈഅൻ ദഖലൽ ജന്നഹ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കൂടെ ശിർക്ക് ചെയ്യാതെ ഒരാൾ വന്നാൽ, മുസ്ലിമായിട്ട് മരിച്ചാൽ, മുഅ്മിനായിട്ട് മരിച്ചാൽ, മുശ്രിക്കല്ല, ബഹുദൈവ വിശ്വാസിയല്ല, അല്ലാഹുവാണ് റബ്ബെന്ന് വിശ്വസിച്ച ആളാണ്, അങ്ങനെ മരിച്ചാൽ ദഖലൽ ജന്ന, സ്വർഗം പ്രവേശിക്കുന്നു, ഉറപ്പാണ്. മുആദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അലാ ഉബശ്ശിറുൻ നാസ്, ജനങ്ങൾക്ക് ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കട്ടെ നബിയെ, എല്ലാവർക്കും ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ ഇപ്പൊ തന്നെ? ഖാല ലാ, ഇപ്പൊ പറയണ്ട, ഇന്നി അഖാഫു അൻ യത്തകിലു, എന്നാ പിന്നെ അത് മാത്രം മതിയല്ലോ എന്ന് വിചാരിച്ച ആളുകൾ അമലുകൾ ചെയ്യാതെ ഇരുന്നു പോകും. അതുകൊണ്ട് ഇപ്പൊ പറഞ്ഞു കൊടുക്കണ്ട, ഇസ്ലാമിന്റെ ആദ്യകാലാണ്, ഇസ്ലാം പൂർണ്ണമായി മനസ്സിലാക്കുന്നതിന് മുമ്പാണത്. അപ്പോ ഈ ഒരു കലിമ ചൊല്ലിയാൽ മാത്രം മതി, അല്ലാഹു രക്ഷപ്പെടുത്തും, ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ നബിയെ എല്ലാവർക്കും? ആയിട്ടില്ല, ഇപ്പൊ പറയണ്ട, സമയമായിട്ടില്ല. സമയമായതുകൊണ്ട് സ്വഹാബത്ത് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് സ്വകാര്യമായി പറഞ്ഞു കൊടുത്തല്ലത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനൊക്കെ ഉമർ തങ്ങൾ അടി കിട്ടിയിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഈ ഹദീസിലേക്ക് ഓടി വന്നപ്പോ ഒരു തോട്ടത്തിൽ ഇരിക്കുന്ന സന്ദർഭം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ് ഭയങ്കര നബിതങ്ങളായിട്ട് കേസ് ഉയർത്തിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇമാം ബുഖാരി തങ്ങൾക്ക് ഉദ്ധരിച്ചിട്ടുള്ള ഭയങ്കരമായ ഒരു ഹദീസ്. ഉമർ തങ്ങൾ ഒരൊറ്റ അടി കൊടുത്തു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയവനൊക്കെ മുസ്ലിമാവെന്ന് പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയവർക്കൊക്കെ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹു ഇഷ്ടപ്പെട്ടില്ല. ഇപ്പൊ പറയാൻ പറ്റില്ലല്ലോ, ആളുകളോട് ഇപ്പൊ എന്ന് പറഞ്ഞാൽ എല്ലാവരും ബാക്കി അമലൊക്കെ നിർത്തിവെക്കൂലേ? അള്ളാഹുവിന്റെ റസൂലിന്റെ ചെരുപ്പെടുത്തിട്ടാ വന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഇതാ ഞാൻ നബി എന്ന് കേട്ട് ഇപ്പൊ വരെയാണ്, അതിന്റെ തെളിവാണിത്. ഉമർ തങ്ങൾ അടിച്ചു, അടി കൊണ്ട് പരാതി ഓടി അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, നബിയെ ഞാൻ അങ്ങ് പറഞ്ഞ ഹദീസ് പറഞ്ഞ് അടി കിട്ടിയിട്ടുണ്ട്, ഉമർ തങ്ങളെ വിളിക്കുന്നു പറഞ്ഞു. ഉമർ എന്തിനാ നിങ്ങൾ അടിച്ചതെന്ന് ചോദിച്ചു. ഒന്നുമല്ല നബി, ഇതൊക്കെ ഇപ്പൊ പോയി ആൾക്കാരോട് പറഞ്ഞാലേ ആളുകൾ അതും പറഞ്ഞ് വീട്ടിലിരിക്കൂലേ? പിന്നെ ഒരു നിസ്കാരത്തിന് വരുമോ, ഒരു നോമ്പിന് വരുമോ, ഒരു ജിഹാദിന് വരുമോ, ഒരു മറ്റമലുകൾക്ക് ഉണ്ടാവോ? ഇസ്ലാം വരുന്നല്ലേ ഉള്ളൂ നബിയെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമറേ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, നബി ഞങ്ങളത് ശരിവെച്ചു എന്നാണ്. അബൂ ഹുറൈറ തങ്ങൾ എന്നാ സാരമില്ല എന്ന് പറഞ്ഞ് അതിന് മാപ്പാക്കി കൊടുക്കുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്. ഇത് അല്ലാഹു നൽകുന്ന വലിയ റഹ്മത്തിന്റെ അങ്ങേയറ്റമാണ്. ഇനി പറയാൻ പോകുന്ന സംഗതികൾ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും സ്വർഗം കിട്ടാൻ അവസരങ്ങളുണ്ട് നാം പറയാൻ പോണത്. പള്ളിയിലിരുന്ന് ഇബാദത്ത് ചെയ്താൽ മാത്രമാണ് കൂലി അല്ല. പള്ളിക്ക് മുഴുവൻ സമയം പള്ളിക്ക് എത്താൻ പറ്റാത്തവരുണ്ടാവും. ഷിപ്പിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ട്, അവർക്ക് ജമാഅത്തിന് പള്ളി കിട്ടൂല, അല്ലെങ്കിൽ പള്ളി വിദൂരങ്ങളിലുള്ള സ്ഥലം ആൾക്കാരുണ്ടാവും. പള്ളിയിലിരുന്ന ഖുർആനോത്തിന്റെ കൂലിയുണ്ട്, ഇഅ്തികാഫിന്റെ കൂലിയുണ്ട്, നിസ്കാരങ്ങൾക്ക് കൂലി, ജമാഅത്തിന് കൂലി, നടക്കുന്നതിന് കൂലി, വരുന്നതിന് കൂലി, പള്ളി പരിപാലിക്കുന്നതിന് കൂലി, പള്ളിയുമായി മനസ്സ് ബന്ധപ്പെടുന്നതിന് കൂലി. അൽഹംദുലില്ലാഹ്, അത്തരക്കാർക്ക് അതങ്ങനെ വാരിയെടുക്കാം. ഇനി ഇതാ വേറൊരു വഴിയിലേക്ക് ആലോചിച്ചാൽ ജീവിതത്തിന്റെ നാനാ തുറകളിലൂടെ ചെന്നാലും സ്വർഗം കിട്ടാൻ വഴിയുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു വിഷയം അങ്ങ് ഏറ്റെടുത്ത് ജീവിതത്തിലങ്ങ് പതിവാക്കാം. നിർബന്ധമായ വിഷയങ്ങളിൽ എക്സ്ക്യൂസ് ഇല്ല കേട്ടോ. അല്ലാഹു തആല നിർബന്ധമാണെന്ന് പറഞ്ഞ് നമ്മുടെ നിസ്കാരവും നോമ്പ് സക്കാത്ത് കൊടുക്കാനുള്ളവർക്കത്, ഹജ്ജ് ചെയ്യാനുള്ളവർക്കത്, മറ്റു വിഷയങ്ങൾ സൗമ് സക്കാത്ത്, പിന്നെ സ്വലാത്ത് ഹജ്ജ് അല്ലെ, ഷഹാദ, സ്വലാ, സക്കാത്ത്, സൗം, ഹജ്ജ്, ഇതിലെന്തില്ല എക്സ്ക്യൂസ് ഇല്ല. പക്ഷെ ബാക്കി സ്വർഗം കിട്ടാൻ ഒരുപാട് വഴികളുണ്ട്.
ഒരു സഹാബി വന്ന് ചോദിച്ചു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക്, സുഫിയാൻ ഇബ്നു അബ്ദുല്ലാഹി തഖഫി, ഖുൽതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഖുല്ലി ഫിൽ ഇസ്ലാമി ഖൗലൻ ലാ അസ്അലു അൻഹു അഹദൻ ബഅദക്, ഇസ്ലാമിൽ എനിക്ക് പഠിക്കാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞൊരു നബിയെ, ഇനി ഞാൻ വേറൊരാളോട് ഇതിനെപ്പറ്റി ചോദിക്കൂല, അങ്ങനത്തെ ഒന്ന് പറഞ്ഞേരി. ആ ചോദ്യം നോക്കി ഭയങ്കര രസമാണ് സ്വഹാബത്തിന്റെ രീതി. ചിലർക്ക് ഒരു വിഷയം ജീവിതകാലം മുഴുവൻ സംശയമുള്ളവരുണ്ടാവും. ഒരു സ്ഥാനം കണ്ടാൽ ചോദിക്കും, കേട്ട അൽഹംദുലില്ലാ ബോധ്യപ്പെട്ടില്ലേ. വേറൊരു മൂല്യരെ കണ്ട അപ്പോഴും ചോദിക്കും ഇതേ ചോദ്യം, അല്ല സ്ഥാതെ നിങ്ങളെ അഭിപ്രായം എന്താ. അപ്പുറം ചെന്നാൽ അവിടെ ചോദിക്കും, അല്ല സ്ഥാതെ ഇത് മുമ്പേ ഉത്തരം കിട്ടിയ സംഗതിയാണ്, എന്നാലും കീപ്പ് ഓൺ ആസ്കിങ് ആൻഡ് ആസ്കിങ് ആൻഡ് ആസ്കിങ്. ജീവിതകാലം മുഴുവൻ ആരെ കിട്ടിയാലും ഇത് തീരൂല. ഇത് വസ്വാസാണ്. ലാ അസ്അലു അൻഹു അഹദൻ ബഅദക്, നബിയെ ഒരൊറ്റ സംശയമുള്ളൂ, എനിക്ക് ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു കാര്യം അങ്ങ് പഠിപ്പിച്ചു തരൂ, ഞാൻ പിന്നെ ആരോടും ചോദിക്കൂല, അങ്ങ് പറഞ്ഞെന്നാ മതി. ആയിക്കോട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന്റെ ചോദ്യങ്ങളുടെ രീതി ഭയങ്കരമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുക്കുന്നതും അതിലേറെ അത്ഭുതമാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണത്, ഖുൽ ആമൻതു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നീ അങ്ങ് പറ. ഖുൽ ആമൻതു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. എന്താ വാക്ക്? അതിലെല്ലാം പെട്ട് എന്റെ റബ്ബ് എന്റെ റസൂലിലൂടെ എനിക്ക് പറഞ്ഞു തരുന്നത് അല്ലേ. എന്റെ റബ്ബ് എന്തൊക്കെ എന്നെ ഏൽപ്പിച്ചോ, ചെയ്യണമെന്നോ ചെയ്യരുതെന്നോ പറഞ്ഞിട്ടുണ്ടോ, ഇഫ്അൽ ഔ ലാ തഫ്അൽ, ഇതാണ് ഈ ലോകത്തിന്റെ അവസ്ഥ. ഡൂസ് ആൻഡ് ഡോൺസ്, ചെയ്യണം ചെയ്യരുത്, ഇതൊക്കെ എന്റെ റബ്ബാണ്, എന്റെ റബ്ബിൽ ഞാൻ വിശ്വസിച്ചു. എല്ലാം ഉൾക്കൊണ്ട് എന്റെ റബ്ബ് പറഞ്ഞ് ഞാൻ കേൾക്കാൻ ഒരുക്കമാണ്. എന്നിട്ട് നിങ്ങൾ നേർവഴിയിൽ അങ്ങ് ജീവിച്ചേക്കണം, മതി. ആമൻതു ബില്ലാഹ് സുമ്മ ഇസ്തഖിം, അതാണ് ഈമാനിന്റെ പൂർണ്ണമായ അർത്ഥം. അതിന്റെ ഉള്ളിലേക്ക് കടന്നാൽ ഭയങ്കര രസമാണ്. ഈ അല്ലാഹു ഞാൻ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ റബ്ബിനനുസരിച്ചു, അല്ലാഹു പറഞ്ഞെനിക്ക് പൊരുത്തമാണ്, ഞാൻ അല്ലാഹു പറഞ്ഞതിനെതിരെ ചെയ്യൂല. അതാണ് വാക്കിന്റെ അർത്ഥം തന്നെ. ഇതങ്ങ് പറഞ്ഞേക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2, ത്വാഅത്തുല്ലാഹി വറസൂലിഹി, അല്ലാഹുവിനും അവന്റെ റസൂലിനെയും അനുസരിക്കുകയും വഅമലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യാൻ. ഇത് സ്വർഗ്ഗപ്രവേശനത്തിന് കാരണമാണ്. ഖുർആൻ സൂറത്തുൻ നിസായിൽ, വമൻ യുതിഇല്ലാഹ വറസൂലഹു يدخله جنات تجري من تحتها الأنهار خالدين فيها وذلك الفوز العظيم. അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുക. ഇത് ഇന്നിങ്ങനെ ആലോചിക്കുമ്പോൾ ഇതിന് പ്രസക്തിയാണ് മുഅ്മിനീങ്ങളെ. ചിലർ പറയും ഖുർആനിലുണ്ടോ? എന്റെ സ്കൂളിൽ എനിക്കൊരു 5ാം ക്ലാസ്സിലൊരു കുട്ടിയുണ്ട്, ഒരു ബ്രിട്ടീഷുകാരൻ മുസ്ലിം കുട്ടിയാണ്. എന്ത് പറഞ്ഞാലും മിസ്റ്റർ ഹക്ക് ഞാൻ വിളിക്കല്, ഇത് ഇസ് ഇറ്റ് ഇൻ ഖുർആൻ ഓർ ഇൻ ഹദീസ്? എന്ത് ചോദിച്ചാലും ചോദിക്കും. അപ്പൊ ഈ കുട്ടിക്കാരോ പറഞ്ഞെടുത്ത് ഹദീസ് എന്ന് പറഞ്ഞതൊക്കെ ഒഴിവാക്കേണ്ട സംഗതിയാണ്. അതിലും പലതും കടന്നുകൂടിയിട്ടുണ്ട്. ഈ കുട്ടിക്ക് ഹദീസ് ഐ ഡോണ്ട് ബിലീവ്. അപ്പൊ കൂടുതലുള്ള കുട്ടികളെ മുഴുവൻ എന്നോട് ടീച്ചർ പറഞ്ഞ് കേൾക്കുന്നില്ല എന്നൊക്കെ അവരോട് ചോദിക്കും. എനിക്കറിയാം പുതിയ കുട്ടികൾ ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ, എന്നാൽ അപ്പൊ ചോദിക്കും. ഇത് ഇങ്ങനെ ഒരു ദുർപ്രചരണം നടക്കുന്നുണ്ട്. ഹദീസുകളുടെ ഇൻഫാലിബിറ്റി, ഹദീസുകളുടെ ആ ഒരു മഹത്വത്തെ ഇടിച്ചു തകർത്തുന്നൊരു കാര്യം. മുമ്പ് പറഞ്ഞിട്ടുണ്ട് സൂറത്തുൻ നൂറിന്റെ വിഷയത്തിൽ, എറിഞ്ഞു കൊല്ലുക എന്ന് പറഞ്ഞ നിയമം ഖുർആനിലില്ല. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു ഖുതുബ ഓതി പറഞ്ഞില്ലേ, ഇതൊക്കെ ഒരു കാലത്ത് ഞങ്ങൾ ഖുർആനിൽ ഇത് കാണില്ലല്ലോ എന്ന് പറഞ്ഞ് വ്യഭിചരിച്ച മനുഷ്യൻ ആണോ പെണ്ണോ വിവാഹിതരാണെങ്കിൽ എറിഞ്ഞു കൊല്ലണം എന്ന ശറഅന്റെ നിയമം അത് കോടതിയുടെ മുമ്പിലേക്ക് എത്തിയാൽ കേട്ടോ, അല്ലെങ്കിൽ അല്ലാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങിക്കോട്ടെ, കോടതിയിലേക്ക് കേസെത്തിയാൽ ഇതാണ് സ്ഥിതി. പക്ഷെ ആ എറിഞ്ഞു കൊല്ലുക എന്നത് ഞങ്ങൾ ഖുർആനിൽ കാണുന്നില്ലല്ലോ എന്ന് പിൽക്കാലത്ത് ആളുകൾ പറയാൻ തുടങ്ങും. അതുകൊണ്ട് ഇതാ അല്ലാഹു തന്നെയാണ് സത്യം. അത് പരിശുദ്ധ ഖുർആനിൽ ഉണ്ടായിരുന്ന ഒരു നസ്ഖ് ചെയ്യപ്പെട്ട ആയത്താണ്. അല്ലാഹുവിന്റെ റസൂൽ റജമ റസൂലുള്ളാഹി വറജംനാ ബഅദഹു, നബി തങ്ങൾ അത് ചെയ്തിട്ടുണ്ട്, ആ ശിക്ഷ നടപ്പാക്കിയിട്ടുണ്ട്, ഞങ്ങളും അത് നടപ്പാക്കിയിട്ടുണ്ട് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അപ്പോൾ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കൽ ആവശ്യമാണ്. അല്ലാഹുവിനെ റസൂലിനെയും അനുസരിക്കൽ ആവശ്യമാണ്. യാ അല്ലാഹ്, അത്
അതുകൊണ്ടാണ് രണ്ടും തീർത്തു പറയാൻ കാരണം. വമൻ യുതിഇല്ലാഹ ഫഖദ് അത്വഅ അല്ലാഹ് വമൻ യുതിഇർ റസൂല ഫഖദ് അത്വഅ അല്ലാഹ്. ഖുർആൻ പറയുന്നത് അല്ലാഹുവിന്റെ റസൂലിനെ ആരാണോ അനുസരിക്കുന്നത് അവർ അല്ലാഹുവിനെയാണ് അനുസരിച്ചിട്ടുള്ളത്. ഹദീസിൽ വന്നോ കഴിഞ്ഞു, നമ്മളത് അംഗീകരിച്ചു. ആമന്നാ വസല്ലം. ചിലപ്പോൾ നമുക്കത് ജീവിതത്തിൽ പകർത്താൻ പറ്റിയില്ല എന്ന് വരും, പക്ഷെ അത് നിഷേധിക്കാൻ പാടില്ല. നമ്മൾ ചെയ്യുന്നത് തെറ്റാണ്, പക്ഷെ ഹദീത്ത് ഹഖീഖത്താണ്. നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. അതിന്റെ വിശദീകരണത്തെ പോകുന്നില്ല. പിന്നെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയഭക്തി 3, അള്ളാഹുവിൽ നിന്ന് സ്വർഗം വാങ്ങിക്കാൻ പറ്റുന്ന സംഗതിയാണ്. അതിന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അതന്നെയാണ് തെളിവ്. അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് സ്വർഗമുണ്ടല്ലോ, 2 സ്വർഗം.